കേരളത്തിൽ അനേകം ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ വർഷത്തിൽ ഏതാനും ദിവസങ്ങൾ മാത്രം ഭക്തർക്കായി തുറക്കുന്ന ഒരു ദൈവസന്നിധിയുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് കൊട്ടിയൂരിലെ അക്കര ക്ഷേത്രം. ഒരു സാധാരണ ക്ഷേത്രമല്ലിത്, ഒരു യാഗഭൂമിയാണ്. പുരാണങ്ങൾ പറയുന്നത് ദക്ഷയാഗത്തിൻ്റെ ഓർമ്മകൾ ഇന്നും ഈ മണ്ണിൽ ജീവിക്കുന്നുവെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥിരമായ ക്ഷേത്രസങ്കല്പത്തേക്കാൾ പ്രാധാന്യം യാഗഭൂമിക്കാണ്. ഓം ശിവമന്ത്രങ്ങളീണത്തിൽ ചൊല്ലുമ്പോൾ ക്ഷിപ്രപ്രസന്നനായി എത്തിടേണം. ഭക്തപ്രിയനായി സന്മയരൂപമായി അകതാരിലെന്നും നീ നിറഞ്ഞിടേണം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വളരെ പ്രശസ്തമായ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണിത്. ശങ്കരാചാര്യർ ഇവിടെ എല്ലാ കല്ലുകളും ശിവലിംഗമായ എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് ഇവിടെ നോക്കി പോവുകയാണ് ചെയ്തത്. അത്രയ്ക്ക് പവിത്രത ഉള്ളൊരു ക്ഷേത്ര സന്നിധാനമായത്. ദീപമായി ധൂമമായി പരബ്രഹ്മമൂർത്തിയായി വിളിച്ചാൽ വിളി കേട്ടു വന്നിടേണം. വർഷത്തിലെ ഭൂരിഭാഗം ദിവസങ്ങളിലും നിശബ്ദതയിൽ മുങ്ങിക്കിടക്കുന്ന ഈ വനഭൂമി വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നതോടെ മറ്റൊരു രോഗമായി മാറുന്നു. ബാവലി നദിക്കരയിൽ താൽക്കാലികമായി ഉയരുന്ന ആചാരങ്ങൾ, നൂറ്റാണ്ടുകളായി മാറ്റമില്ലാതെ തുടരുന്ന ചടങ്ങുകൾ, ലക്ഷക്കണക്കിന് ഭക്തരുടെ പ്രാർത്ഥനകൾ എല്ലാം ചേർന്ന് കൊട്ടിയൂരിനെ ഒരു ജീവിക്കുന്ന പുരാണമാക്കി മാറ്റുന്നു. ഹര ഹര ശങ്കര ശ്രീഭസ്മാങ്കിത ഉലകിന്നുയിരേ നിന്നടനം. ഹര ഹര ശങ്കര ശ്രീഭസ്മാങ്കിത ഉലകിന്നുയിരേ നിന്നടനം. ഈ കാട് കുന്നു ഇതെല്ലാം കാണുമ്പോൾ നല്ല ഒരു സന്തോഷ ഒരു അറ്റ്മോസ്ഫിയർ, ഇത് ഒരു നാച്ചുറൽ. അതിനെ കൊണ്ട് ഞങ്ങൾ പിന്നെയും വരാൻ തോന്നുന്നു. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ദർശനത്തിൽ എല്ലാ വർഷവും വരുന്നതാണ്. ഞാനിവിടെ എനിക്കൊരു 10-20 വർഷമായി കൂടുതലായിട്ട് എല്ലാ വർഷവും വരുന്ന ഒരാളാണ്. പ്രത്യേക ഒരു എനർജി വരുന്ന പോലെയല്ല, ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നല്ലൊരു എനർജിയാണ് ഉണ്ടാവാറ്. പ്രചണ്ഡ താണ്ഡവ നർത്തനമാടുക നന്ദി മൃദംഗ ധ്വനിയിൽ എന്റെ മനസ്സാം കൈലാസാചല ശൃംഗത്തിൽ നീ ഭഗവാനേ. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ഓരോ ക്ഷേത്രത്തിലേക്കല്ല യാത്ര ചെയ്യുന്നത്, കാലത്തിൻ്റെ അതിരുകൾ കടന്ന് ഒരു യാഗഭൂമിയിലേക്കാണ്. പ്രകൃതിയാണ് ഇവിടെ ചുമരുകൾ, ആകാശമാണ് മേൽക്കൂര, നദിയാണ് തീർത്ഥം, വനമാണ് ദേവാലയം. ഒരു കണ്ണിൽ സൂര്യനും മറുകണ്ണിൽ തിങ്കളും മൂന്നാം തൃക്കൺമുനയിൽ പ്രളയാഗ്നിയും. ഒരു കണ്ണിൽ സൂര്യനും മറുകണ്ണിൽ തിങ്കളും മൂന്നാം തൃക്കൺമുനയിൽ പ്രളയാഗ്നിയും. ഉത്സവത്തിൻ്റെ ഓരോ ദിവസവും ഓരോ ആചാരങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നെയ്യാട്ടം, ഇളനീർവെപ്പ്, ഇളനീരാട്ടം, രോഹിണി ആരാധന. ഓരോ ചടങ്ങിനും പിന്നിൽ നൂറ്റാണ്ടുകളുടെ വിശ്വാസമുണ്ട്. ഉത്സവം അവസാനിക്കുന്നതോടെ ജനക്കൂട്ടം മടങ്ങുന്നു, ശബ്ദങ്ങൾ നിലയ്ക്കുന്നു, വനഭൂമി വീണ്ടും നിശബ്ദതയിലേക്ക് മടങ്ങുന്നു. അടുത്ത വൈശാഖത്തെ കാത്ത്, അടുത്ത തലമുറയെ കാത്ത്, അടുത്ത പ്രാർത്ഥനയെ കാത്ത്. കാരണം കൊട്ടിയൂർ ഒരു ക്ഷേത്രമല്ല, വർഷത്തിലൊരിക്കൽ ഉണരുന്ന ഒരു ആത്മീയ ലോകമാണ്. കാലം എത്ര മാറിയാലും ഓരോ വൈശാഖത്തിലും ഭക്തരെ വീണ്ടും വീണ്ടും വിളിച്ചുണർത്തുന്ന ദൈവവിളി.